Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ പുതിയ ഗിവുകൾ നമ്മുടെ ചാനലിൽ നടത്തുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Realme 6 Pro വേഴ്സസ് Samsung M31 സ്പീഡ് ടെസ്റ്റ് റിവ്യൂ ആണ്. ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെന്റ് ഉള്ളത്, ഏത് ഫോണിനാണ് ബെറ്റർ പെർഫോമൻസ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. Realme 6 Proയിൽ Snapdragon 720G ഗെയിമിംഗ് പ്രൊസസർ ആണ് വരുന്നത്. സാംസങ്ങിൽ Exynos 9611 എന്ന ചിപ്സെറ്റും ആണ് വരുന്നത്. രണ്ടും ഒരേ പ്രൈസ് സെഗ്മെന്റിൽ ഇറങ്ങിയിരിക്കുന്ന ഫോണുകളാണ്. ഏകദേശം 15,000-നും 17,000-നും ഇടയിലുള്ള രണ്ട് ഫോണുകളാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് 47 സെക്കൻഡ് കൊണ്ട് Realme 6 Pro പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം സാംസങ് M31 1 മിനിറ്റ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ തീർച്ചയായും വിജയിക്കുന്നത് Realme 6 Pro ആണ്. പക്ഷേ ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റ് കൂടി അറിയേണ്ടതുണ്ട്. റാം മാനേജ്മെൻറ്റിലേക്ക് വരുമ്പോൾ 1 മിനിറ്റും 6 സെക്കൻഡ് കൊണ്ട് Realme 6 Pro ഫസ്റ്റ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം സാംസങ് M31 1 മിനിറ്റും 21 സെക്കൻഡ് കൊണ്ടാണ് ഫസ്റ്റ് റൗണ്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടിൽ Realme 6 Pro സാംസങ് M31-നേക്കാളും നല്ലൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇൻറ്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യുന്ന സെക്കൻഡ് റൗണ്ടിൽ ഏത് ഫോണായിരിക്കും ബെറ്ററായിട്ട് പെർഫോം ചെയ്യുക, ഏത് ഫോണിനാണ് ബെറ്റർ റാം മാനേജ്മെൻറ്റ് ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സെക്കൻഡ് റൗണ്ടിൽ നോക്കാം. സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് 2 മിനിറ്റും 46 സെക്കൻഡ് കൊണ്ട് Realme 6 Pro പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതേസമയം 3 മിനിറ്റും 29 സെക്കൻഡ് കൊണ്ടാണ് സെക്കൻഡ് റൗണ്ടിൻ്റെ ഫസ്റ്റ് ലാബ് സാംസങ് M31 പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നത് Realme 6 Pro ആണ്. ഇനി നമുക്ക് റാം മാനേജ്മെൻറ്റിൽ ഏത് ഫോണാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാമെന്ന് കൂടി നോക്കാം.
റാം മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ 4 മിനിറ്റും 12 സെക്കൻഡ് കൊണ്ട് സാംസങ് M31 വളരെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസോട് കൂടി തന്നെ മുൻപിലെത്തിയിരിക്കുകയാണ്. അതേസമയം 5 മിനിറ്റും 25 സെക്കൻഡ് കൊണ്ടാണ് Realme 6 Pro സെക്കൻഡ് റൗണ്ട് മുഴുവനായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് റൗണ്ടിലെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ലാപ്പ് സെക്കൻഡ് റൗണ്ടിന്റെ ഫസ്റ്റ് ലാപ്പ് വളരെ ഭംഗിയായിട്ട് തന്നെ Realme 6 Pro വിജയിച്ചു. പക്ഷെ സെക്കൻഡ് റൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ സാംസങ് കുറേ കൂടി ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുകയാണ്. അങ്ങനെയാണ് സാംസങ് മുമ്പിലെത്തുന്നത്. അപ്പോൾ റാം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ സാംസങ് എപ്പോഴും നല്ലൊരു റിസൾട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു റിസൾട്ട് ഇന്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു റാം മാനേജ്മെന്റ് നമുക്ക് സാംസങ് M31 കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ Realme 6 Pro ആണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്പീഡ് വെച്ച് നോക്കുകയാണെങ്കിൽ Realme 6 Pro തന്നെയാണ് വിജയിക്കുന്നത്. പക്ഷേ ആ ഒരു റാം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇന്റൻസീവ് ഗെയിമിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ സാംസങ് M31 കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. നമ്മൾ എല്ലാ ആഴ്ചയും പുതിയ ഗിവുകൾ നടത്തുന്നുണ്ട്. അതിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.